ഹലോ, വെൽക്കം ബാക്ക് ടു യാത്രാസ് കിച്ചൺ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അപ്പോൾ ഇതാ കണ്ടപ്പോൾ മനസ്സിലായില്ലേ എന്തായിരിക്കും? അടിപൊളി കിടിലനൊരു ട്യൂണ കറിയാണ് കേട്ടോ നമ്മളിന്ന് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് നല്ല ചൂട് ചോറിൻ്റെ കൂടെയൊക്കെ ഒഴിച്ച് കഴിക്കാനായിട്ട് ഒന്നും പറയണ്ട, വേറെ ലെവലാണല്ലേ. എന്നാൽ പിന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നവരെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, ഹൈപ്പ് കമൻറ്റും മറക്കണ്ട കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു 3/4 കിലോയോളം നമ്മുടെ ട്യൂണയാണ് എടുത്തിരിക്കുന്നത്, അതായത് നമ്മുടെ ചൂര കേട്ടോ. അപ്പോൾ അതിനെ നല്ല വൃത്തിയായിട്ട് വെട്ടി കഴുകി കിട്ടിയെന്ന് പറഞ്ഞാൽ പോലും നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന് നല്ല ഉപ്പിലൊക്കെ ഇട്ട് നല്ല വൃത്തിയായിട്ടൊന്ന് കഴുകിയും കൂടി എടുത്തിട്ടുണ്ടേ. എന്നാൽ പിന്നെ നമ്മുടെ ഒരു മൺചട്ടി അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. 2 ടേബിൾ സ്പൂണോളം എണ്ണയും കൂടി ഒന്ന് വെളിച്ചെണ്ണയാണേ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ചുറ്റിച്ച് ഇങ്ങോട്ട് എടുത്തോളൂ കേട്ടോ. അപ്പോൾ ആ എണ്ണ ഒന്ന് ചൂടായി വന്നതിന് ശേഷം ഒരു സ്വല്പം കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുകൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും നമ്മുടെ 1/4 ടീസ്പൂണോളം ഉലുവയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാം കൂടി ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും നമ്മളിവിടെ നല്ല നീളത്തിലായിട്ട് കുറച്ച് വെളുത്തുള്ളി, അത് ഒരു കുടം വെളുത്തുള്ളി ഉണ്ടേ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു, അതൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്ന് വഴറ്റി, ഇപ്പോൾ പെട്ടെന്ന് തന്നെ വഴറ്റണമെന്നില്ല, എല്ലാം കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഒരുമിച്ച് വഴറ്റിയെടുത്താൽ മതിയാവും കേട്ടോ. അപ്പോൾ അടുത്തത് ഇഞ്ചിയാണേ. അതിനെ ഒന്ന് തീർത്ത് കുനുകുനാന്ന് അരിഞ്ഞിട്ടില്ല, എന്നാലും സ്വല്പം നീളത്തിലായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനെല്ലാം കൂടെ നമ്മുടെ വെളുത്തുള്ളിയിലേക്ക് തന്നെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് പച്ചമുളകാണ്. അതൊരു ചെരിച്ചാണ് അരിഞ്ഞ് വെച്ചിരിക്കുന്നത്, 4 പച്ചമുളകുണ്ട്. അപ്പോൾ അതും കൂടി ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ബാക്കി സ്വല്പം നല്ല എന്താ പറയുക, നമ്മുടെ കറിവേപ്പില, അതാണല്ലോ ടേസ്റ്റ് വരുന്നത്, ഏറ്റവും കൂടുതൽ കറിക്ക് ടേസ്റ്റ് തരുന്നത്. എന്നാൽ പിന്നെ അതിനെയും കൂടി ഒന്ന് ഇട്ട് കൊടുത്ത് വേണമെന്നുണ്ടെങ്കിൽ ഒരു നുള്ളുപ്പും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് വഴറ്റി നല്ല രീതിയിലൊന്ന് എടുക്കണം. അപ്പോൾ അതിൻ്റെ കളറൊക്കെ നല്ല മാറി ഒന്ന് മൂത്ത് വരണം. അപ്പോൾ കുറേ ദിവസത്തിന് വെക്കാനാണെങ്കിൽ നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. ഇതിപ്പോൾ നമുക്ക് 1-2 ദിവസത്തിനൊക്കെ ആകുമ്പം അല്പം ഒന്ന് പച്ചമണമൊക്കെ ഒന്ന് മാറി കിട്ടിയാലും മതിയാവും കേട്ടോ. അപ്പോൾ നമ്മളൊന്ന് തുടരെയൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിന് നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പിലയൊക്കെ ഈ ഒരു ചെറിയൊരു ബ്രൗണിഷ് കളറിൽ നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി അതിലേക്ക് നമ്മളൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് ഇളക്കിയിട്ട് കൊടുത്തോളുക, അതിൻ്റെ ആ ഒരു ചെറിയൊരു പച്ചമണം മാറിക്കോട്ടെ. എന്നിട്ട് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ഒരു 3.5 ടേബിൾ സ്പൂൺ നമ്മുടെ മുളക് പൊടിയാണ് കേട്ടോ. അപ്പം എനിക്ക് ഇത്തിരി എരിവ് വേണ്ട കൂട്ടത്തിലാണ്, അതുകൊണ്ട് തന്നെ നമ്മൾ ഇച്ചിരി മുളക് പൊടി കൂടുതലിട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ മുളക് പൊടി കുറവ് മതി എന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മുളക് പൊടിയുടെ നേർപകുതി കാശ്മീരി പൊടിയോ ഒക്കെ, കാശ്മീരി മുളക് പൊടി ഉണ്ടല്ലോ, അതൊക്കെ നമുക്ക് എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ആ മുളക് പൊടി ഒന്ന് പെട്ടെന്ന് തന്നെ തുടരെ ഇളക്കി കൊടുത്തുകൊണ്ടിരുന്നോളുക. അതിൻ്റെ ആ കളറൊക്കെ ഒന്ന് മാറി വരുമ്പോൾ നമുക്ക് മനസ്സിലാവും. എന്നിട്ട് ഞാനിവിടെ ആദ്യം കുറച്ച് നമ്മുടെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ആ വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കുന്ന ശകലിച്ച വീതം വേണം, കാരണം മൺചട്ടി ആയതുകൊണ്ട് തന്നെ ഒറ്റയടിക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ചട്ടി ചൂടായിരിക്കുമ്പോൾ പൊട്ടിപ്പോകാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട്. അപ്പോൾ ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ചുകൂടെ വെള്ളം, അതായത് നമ്മുടെ കറിക്ക് എത്രത്തോളം ചാറ് വേണോ അതിനനുസരിച്ച് വേണം നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കാനായിട്ട്. അപ്പോൾ ഞാനൊരു 750 മില്ലി വെള്ളം ഇവിടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എൻ്റെ ചട്ടിയിൽ കേട്ടോ. അപ്പോൾ ഇനി ആ വെള്ളം ഒന്ന് നന്നായിട്ടും കൂടി ഇതെല്ലാം കൂടെ ഒന്ന് റെഡിയായി തിളച്ച് വരട്ടെ. അന്നേരത്തേക്ക് നമ്മുടെ കുടംപുളി ഉണ്ടല്ലോ, അതിനെ ഒന്ന് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ മീൻ കഷ്ണങ്ങളെയും കൂടി അതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ ഒരു കാര്യം കൂടെ പറയട്ടെ, നമ്മുടെ മീൻ ഇങ്ങനെ മുങ്ങിക്കിടക്കത്തക്ക വിധത്തിൽ വേണം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട് മൺചട്ടിയിലാകുമ്പം. അതേ മറിച്ച് മറ്റുള്ള നമ്മുടെ ഇപ്പോൾ ചീൻചട്ടിയിലൊക്കെ സാധാ രീതിയിൽ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഒത്തിരി വെള്ളം വേണമെന്നില്ല, വറ്റിപ്പോകത്തില്ല. പക്ഷേ മൺചട്ടിയിലാകുമ്പോൾ പെട്ടെന്ന് തന്നെ ഇരുന്നാണെങ്കിലും നമ്മുടെ കറി അങ്ങ് കൂർഗും കേട്ടോ. അങ്ങനെ ഒരു കാര്യമുണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചോളൂ കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു പരുവത്തിലാണ് വെള്ളം എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ തുറന്ന് വെച്ച് നന്നായിട്ടൊന്ന് തിളച്ച് വന്നപ്പോഴത്തേക്കും ഇനി നമുക്ക് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ലോ ടു മീഡിയം ഫ്ലെയിം നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഒരു 15 മിനിറ്റ് ഞാൻ കഴിഞ്ഞപ്പോൾ ഒന്ന് തുറന്ന് നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഒന്നുകൂടെ ചെറുതായിട്ട് തട്ടാതെ മുട്ടാതെ വേണം നമുക്കതിനെ, അതായത് മീൻ കഷ്ണങ്ങളൊന്നും ഉടയാതെ ചെറുതായിട്ടൊന്ന് ഇളക്കിയിട്ട് കൊടുത്തോളൂ. അങ്ങും ഇങ്ങും ഒക്കെ തോണ്ടിക്കൊണ്ട് കേട്ടോ. അല്ലെങ്കിൽ ചട്ടി നമ്മുടെ കയ്യിലൊന്ന് എടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുത്താലും മതിയാവും കേട്ടോ. എന്നിട്ട് നമുക്ക് വീണ്ടും കുറച്ച് നേരം കൂടെ ഒന്ന് അടച്ച് വെക്കാം കേട്ടോ. അപ്പോൾ അതവിടെ ഇരുന്ന് വേവട്ടെ. അപ്പോൾ നമ്മളൊരു 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഒന്നുകൂടെ തുറന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അടച്ച് വെച്ച് വേവിക്കേണ്ട കാര്യമില്ല, കാരണം നമ്മുടെ മീൻ കഷ്ണങ്ങളും എല്ലാം തന്നെ വെന്തിട്ടുണ്ട്, കറി എല്ലാം തന്നെ ഒരുമാതിരി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കതുകൊണ്ട് തുറന്ന് വെച്ചിട്ട് നമുക്ക് ചാറ് കൂടുതലാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പരുവത്തിൽ വേണമെങ്കിൽ വറ്റിച്ചെടുക്കാവുന്ന കാര്യമുള്ളൂ. ഞാൻ അങ്ങനെ കുറച്ച് ചാരം കൊണ്ട് വറ്റിച്ച് കളഞ്ഞു. എന്നിട്ട് സ്റ്റൗ ഓഫ് ചെയ്തിട്ടുണ്ട്. ഓഫ് ചെയ്തതിന് ശേഷം നല്ല പച്ചവെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയുണ്ടല്ലോ നന്നായിട്ടൊന്ന് കൈകൊണ്ട് ഈ ഒരു പരുവത്തിൽ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ, ചട്ടിയെ ചെറുതായിട്ട്, അല്ലാതെ തവിയൊന്നും വെച്ചിട്ട് ഇളക്കി കൊടുക്കേണ്ട കാര്യമില്ല. എന്നിട്ടുണ്ടല്ലോ ഒരു 10 മിനിറ്റ് നേരം ഒന്നുകൂടെ ഇങ്ങോട്ടൊന്ന് അടച്ച് വെച്ചുകൊള്ളുക. തീയൊന്നും വേണ്ട കേട്ടോ. അങ്ങനെ സാധാരണ രീതിയിൽ തന്നെ ഈ ഒരു പരുവത്തിൽ 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ കിട്ടിയിട്ടുണ്ട്. എങ്ങനെയുണ്ട് സംഭവം? സെറ്റായിട്ട് തോന്നുന്നില്ലേ? ഇതിൻ്റെ കൂടെ കുറച്ച് കപ്പയോ ചക്കയോ ഒക്കെ കിട്ടണം. ചക്കക്കാലം കഴിഞ്ഞു പോയി, എന്നാലും കപ്പയാണേലും പിന്നെ നല്ല കുത്തരി ചോറിൻ്റെ കൂടെ ഇതുപോലെ നല്ല ചൂടായിരിക്കണം എന്ന് മാത്രം കോരി ഒഴിച്ച്
വെച്ച് അടിപൊളി ടേസ്റ്റി ആയിട്ട് കുഴച്ചങ്ങോട്ട് കഴിക്കണം. ആഹാ വേറെ ലെവലാണല്ലേ. എന്നാൽ പിന്നെ നമുക്ക് കഴിച്ചേക്കാം അല്ലേ. എന്നാൽ പിന്നെ നമ്മുടെ വീഡിയോ ഇവിടെ തീർന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാവേ.